नहमदुहु वनस्तईनुहु वनुमिनु बिहि वनतवक्कलु अलैहि वनऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु वनशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु वनशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्दक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ाति व ला तमूतुन्न इल्ला व अൻതും മുസ്ലിമൂൻ। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് കാലത്താണോ നമ്മുടെ നാട്ടിൽ കുടുംബജീവിതം ആരംഭിച്ചത്, ആ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു മേഖല ആ വീട്ടിലെ മാതാപിതാക്കളും ആ വീട്ടിലെ പ്രധാനപ്പെട്ട അംഗമായ ആ കുടുംബത്തിലേക്ക് വന്ന മരുമക്കളും തമ്മിലുള്ളതാണ്. നിങ്ങൾ ഏതൊരു കുടുംബ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളോട് പോയി ചോദിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ധാരണയാകാതെ പിരിഞ്ഞു പോകാറുള്ളത് എന്താണ് എന്ന്. രഞ്ജിപ്പിലെത്താതെ രണ്ടു കൂട്ടരും തർക്കവുമായി പിരിഞ്ഞു പോകൽ ഏത് വിഷയത്തിലാണ് എന്നൊന്ന് അന്വേഷിച്ചു നോക്കൂ. മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സത്യം, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു വിഷയം സത്യസന്ധമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പരിഹരിക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നവും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന മേഖല ആ കുടുംബത്തിലെ മാതാപിതാക്കളായ നമ്മളും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമക്കളും തമ്മിലുള്ള പ്രശ്നം പള്ളിക്കമ്മിറ്റി ഇടപെട്ടാലും കൗൺസിലർമാരിടപെട്ടാലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാർ ഇടപെട്ടാലും പകുതിയിലധികം ശരിയാകാതെ ജീവിക്കുന്നു എന്നതൊരു നഗ്നമായ സത്യമാണ്. എല്ലാ മതവിഭാഗത്തിലും ഇതേ പ്രശ്നമുണ്ട് എന്നതാണ് സത്യം. സഹോദരങ്ങളെ, ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ല. അവർ നല്ല ചേർച്ചയിലാണ്, നല്ല അടുപ്പത്തിലാണ്, നല്ല സൗഹൃദത്തിലാണ്. പക്ഷെ മാതാപിതാക്കൾ അവനോട് പറയാണ്, നീ അവളെ കൂടെ ജീവിക്കാൻ പാടില്ല, എനിക്ക് പറ്റൂല, ഞങ്ങൾക്കത് ഇഷ്ടല്ല, അവളെയും കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റൂല, ഇറങ്ങിക്കോ. ബാക്കിയൊക്കെ ഓരോ വീടിനനുസരിച്ചുള്ള വ്യത്യസ്തമായ വാക്കാണ്. അവർ തമ്മിൽ ഇണക്കത്തിലാണ്, ഐക്യത്തിലാണ്, സ്നേഹത്തിലാണ്, ഒന്നിച്ചു പോണമെന്നുണ്ട്, അവർ ഇഷ്ടത്തോടുകൂടി ജീവിക്കണമെന്നുണ്ട്. പക്ഷെ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല, ഒരു ഭാഗം. രണ്ടാമത്തേത്, ഭർത്താവും ബാപ്പിമ്മയും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലാണ്, ഐക്യത്തിലാണ്. പക്ഷെ ഭാര്യ പറയാണ്, നിങ്ങളെ വാപ്പാനിമാനും പറ്റൂല, ഓല കൂടെ ഞാനും ഇവിടെ ജീവിക്കൂല. ഇത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കുടുംബത്തിനും അങ്ങനെയല്ല കേട്ടോ. സ്വന്തം മരുമക്കളെ മക്കളായി, ഒരു വേള മക്കളെക്കാൾ മുകളിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ആശുപത്രിയിലെ
65-70 വയസ്സുള്ള ഒരു ഉമ്മ കിടക്കുകയാണ്. 4-5 ദിവസമായി. ഉമ്മാനെ കാണാൻ കുടുംബത്തിൽ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഉമ്മയോട് സംസാരിക്കുമ്പോഴും ഉമ്മയുടെ മുഖത്ത് ഒരു പ്രസരിപ്പില്ല. അങ്ങനെ എന്താ അമ്മ ഒരു പ്രസരിപ്പില്ലാത്തത്? അതിന് മറുപടി പറഞ്ഞത് കൂടെയുള്ള മക്കളാണ്. കൂടെയുള്ള മക്കൾ പറഞ്ഞ വാക്കെന്താ അറിയോ? ഉമ്മാക്ക് പ്രസരിപ്പ് ഉണ്ടാവില്ല മൗലവി. കാരണം 4 ദിവസമായിട്ട് കൂടെ ഉണ്ടായിന മൂത്ത മരുവോള് ഇന്നലെ പോയതാണ്. വരുമോ നോക്കി നിൽക്കുക അമ്മ. അവള് വന്നാലേ അമ്മക്ക് പ്രസരിപ്പ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവർ സന്തോഷത്തോടുകൂടി തമാശ പറയാണ്, ഇപ്പൊ അമ്മക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം അവളെയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസത്തിന് വീട്ടിൽ പോയ മരുമകൾ, മൂത്ത മരുമകൾ തിരിച്ചു വന്നപ്പം എത്ര സന്തോഷത്തിലാണ് ആശുപത്രിയിൽ കിടക്കുന്ന ഉമ്മ കൈകൊടുത്ത് ഇരുത്തി, ഉമ്മാന്റെ കുട്ടി വാ, പോയതിൽ ഭയങ്കര ഇടങ്ങേറുണ്ടായിട്ടോ, പെട്ടെന്ന് വന്നല്ലോ, ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. സഹോദരങ്ങളെ, എത്ര സന്തോഷത്തിലാ ജീവിക്കണമെന്ന് അറിയൂ, എത്ര ആത്മാർത്ഥമായിട്ടാ ജീവിക്കണേ. എത്രയോ കുടുംബങ്ങളിൽ കാണാം, തറവാട് ജനിച്ച് അല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ തറവാട്ട് വീട്ടിൽ നിന്ന് ബാപ്പ ഇമ്മയും 1-മത്തെയോ 2-മത്തെയോ മകന്റെ വീട്ടിക്ക് താമസം മാറുന്നതായിട്ട് കാണാം. എന്തേ? ഒന്നുമില്ല, അവളെ കൂടെ ജീവിക്കാനൊരു ഇഷ്ടാണ്. വാപ്പാരുമാരതാ പറയാ, 2-മത്തോന്റെ പെണ്ണുങ്ങളെ കൂടെ ജീവിക്കാൻ ഇഷ്ടാണ്. ഓൾക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടാണ്. സഹോദരങ്ങൾ, എത്ര സന്തോഷത്തിലാണ് പല വീട്ടിലും മരുമക്കളും ഉമ്മയും ബാപ്പയും ജീവിക്കണതറിയോ? ചില ഉപ്പമാരൊക്കെ സ്വന്തം മകളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അസൂയാവഹമായിട്ട് മരുമക്കളെ നോക്കുന്നതായിട്ട് കാണാം. അള്ളാഹു അത്തരം കുടുംബത്തിലെ മാതാപിതാക്കൾക്കും മരുമക്കൾക്കുമൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എന്നാൽ നേരെ തിരിച്ചുണ്ട് സഹോദരങ്ങളെ, നേരെ ഇതേപോലെയാണ്. 2-മത്തെയോ 3-മത്തെയോ മകന് വേണ്ടി കല്യാണം അന്വേഷിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളോട് വന്നിട്ട് എന്താ പറയോ? ഈ കുട്ടിക്കെങ്കിലും നല്ല ഒരു മരുവോളങ്ങൾ കണ്ടെത്തി തരും. 1-മത്തതോ അങ്ങനെയായി. ആ വാക്കിലെല്ലാം ഉണ്ട്. 1-മത്തതോ നാട്ടുകാരെ വിളിച്ച്, കുടുംബക്കാരെ വിളിച്ച് ആഘോഷപൂർവ്വം നടത്തിയ കല്യാണം അങ്ങനെയായി. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളേക്കൊരു അബദ്ധം പറ്റി, എന്തായിക്കോട്ടെ, 2-മത്തതെങ്കിലും ശരിയാകണം. 1-മത്തത് മരുമകളിൽ അവർക്ക് സങ്കടമാണുള്ളത്, ദുഃഖമാണുള്ളത്. കാരണം എന്തുമാകട്ടെ, ആശുപത്രിയിൽ കിടക്കുമ്പോ എല്ലാവരുടെ കൂടെയും സംസാരിച്ചു കൊണ്ടിരിക്കെ ഏതെങ്കിലും ഒരു മരുമകൾ കാണാൻ വന്നാൽ അപ്പോൾ മുതൽ പോകുന്നത് വരെ മ്ലാനതയോടെ ശോകമുഖമായി അവിടെയുള്ള ആളുകൾ പെരുമാറുന്നതായിട്ട് കാണാം. അവർ തമ്മിൽ ഇഷ്ടത്തിലല്ല, ഐക്യത്തിലല്ല. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നു. ഇവിടെ തൗഹീദുള്ള മുഅ്മിനീങ്ങളായ നമ്മൾ അറിയാൻ ഞാൻ പ്രത്യേകിച്ചും മരുമക്കളോട് 1-2 കാര്യങ്ങൾ. സഹോദരിമാരെ, എന്റെ നല്ലവരായ പെൺകുട്ടികളെ, ഭാര്യമാരെ, മരുമക്കളെ, ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് ഈ ലോകവും പരലോകവും സന്തോഷകരമാകാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1-മത്തെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വാപ്പാനും ഉമ്മാനും സ്വന്തം ബാപ്പി ഉമ്മയുമായിട്ട് മനസ്സുകൊണ്ട് കരുതി ജീവിക്കണം. ഏറ്റവും പ്രധാനമാണ്. സംസാരം കൊണ്ട് പോരാ, ഒരു വഴലുകൊണ്ട് പോരാ, ഹൃദയം കൊണ്ട് ഇന്റെ ബാപ്പി ഉമ്മയാണ് എന്ന് ഉറപ്പിച്ച് ജീവിക്കണം. ആ ജീവിക്കുമ്പോൾ നീയത്ത് കൃത്യമാണ്. എന്താ നീയത്ത് എന്നറിയോ? ഞാൻ എന്റെ വാപ്പാനിമ്മാനും ഭർത്താവിന്റെ വാപ്പാനിമ്മാനും ഞാൻ പരിപാലിക്കും. സഹോദരിമാരെ, എന്തേ നിങ്ങളുടെ നീയത്ത് ഉണ്ടാകേണ്ടതുള്ളറിയോ? അള്ളാന്റെക്കെന്ന് സ്വർഗം കിട്ടാനും ഇക്കാക്കാന്റെ തൃപ്തി കിട്ടാനും മാത്രം. വേറൊന്നും നിങ്ങൾ അജണ്ട ആക്കരുത്, വേറെ ഒന്നും നിങ്ങൾ നീയത്താക്കരുത്. ആ നീയത്ത് 3-മത്തത് വന്നാൽ നിങ്ങൾക്ക് ജീവിതം നിരാശയാവും. എന്താ 3-മത്തത് അറിയോ? ബാപ്പി മിന്നെ പറ്റി നല്ലത് പറയണം, നീയത്താക്കണ്ട. 50% മാതാപിതാക്കൾ മരുമക്കളെ പറ്റി നല്ലത് ചിലപ്പോ പറയൂല, പറയാൻ കഴിഞ്ഞാൽ ഒരു പറയില്ല. അത് അവരുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പിന്നീട് പറയാം. അവര് പറഞ്ഞിട്ടില്ലെങ്കിലും, അവർ നിങ്ങളെപ്പറ്റി ആക്ഷേപിച്ചാലും, നിങ്ങൾ നന്നായി നോക്കിയാലും, നിങ്ങളെക്കുറിച്ച് അവർ നോക്കുന്നില്ല എന്ന് പറഞ്ഞാലും, നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെ നോക്കേണ്ടത് 2 നീയത്ത് വെച്ചിട്ടാണ്. 1, എനിക്ക് അവരെ നോക്കുക വഴി സ്വർഗം കിട്ടണം. 2, ഇക്കാക്കാന്റെ വാപ്പാനിമാനി നോക്കുക വഴി ഇക്കാക്കാന്റെ തൃപ്തിയും എനിക്ക് കിട്ടണം. മതി, അവിടെ സ്റ്റോപ്പാക്കണം, അവിടെ സ്റ്റോപ്പാക്കാൻ കഴിയണം. സഹോദരിമാരെ, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, നബിയെ സ്വർഗം കിട്ടാൻ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? അസ്സലാത്തു ഫീ വഖ്തിഹാ,
നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക. നബിയെ രണ്ടോ? ബിർറുൽ വാലിദൈൻ, ഉമ്മാനും ബാപ്പാനും നല്ല പോലെ നോക്കുക. സഹോദരിമാരെ, മക്കളെ, മരുമക്കളെ, ഈ ഹദീസ് പ്രകാരം നിങ്ങൾ എന്തേ അറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം കിട്ടാൻ അള്ളാഹു തന്ന അവസരമാണ് ഇക്കാക്കാന്റെ വാപ്പാനിമ്മാനി നോക്കുക. മൂന്നാമത്തെ നബി പറഞ്ഞ വാക്കെന്തറിയോ? അൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, ഇല്ല. അവസരമല്ലല്ലോ, ഇല്ല. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, പെൺകുട്ടികളോട് പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, വിശ്വാസികളെ, നല്ലവരായ പെൺകുട്ടികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീയത്തോടെ ഇക്കാക്കാന്റെതും സ്വന്തമാകട്ടെ മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിച്ചാൽ ഫഫീഹിമാ ഫജാഹിദ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന കൂലി നിങ്ങൾക്ക് കിട്ടും. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത കൂലി കിട്ടാൻ, പടച്ചോന്റെ മാർഗത്തിൽ സ്വർഗം കിട്ടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഹിജറ പോകുന്ന സഹാബിയോട് നബി പറഞ്ഞില്ലേ? ഹിജറ എന്ന് പറഞ്ഞാൽ അനങ്ങിയാ മതി. ഇവിടുന്ന് നല്ല നിയ്യത്ത് പോയാൽ അതോടുകൂടി അയാൾ പൂർണ്ണമായി സ്വർഗാവകാശിയാകാൻ. ആ ഹിജറ ചെയ്ത കൂലി കിട്ടാൻ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ്? ഫർജിഅ് ഇലൈഹിമാ ഫളഹിഖുഹുമാ കമാ അബഖൈതഹുമാ. ഹിജറ പോണ സഹാബിയോട് പറഞ്ഞത്, ഹിജറക്ക് പോകുന്നതിനേക്കാളും വലിയ കൂലിയാണ് സ്വർഗം കിട്ടുന്ന, നരകത്തുനിന്ന് രക്ഷപ്പെടുന്ന, അർശിന്റെ തണൽ കിട്ടുന്ന, പടച്ചോന്റെ പക്കൽ അല്ലാഹു കാരുണ്യം ലഭിക്കുന്ന മഹനീയമായ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമാണ് സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക. അതുകൊണ്ട് ആ നീയത്തിൽ ഭർത്താവിന്റെ വാപ്പാനിമാനി നോക്കുക. അത് നോക്കുമ്പം ഇക്കാക്കാന്റെ മനസ്സിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും മനോഹരമായ നല്ല സ്വഭാവത്തിന്റെ, ആത്മാർത്ഥതയുടെ നല്ല ഇണയായി മാറും. അത് മതി നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ. തൗഹീദ്, ആരാധന, ഇസ്ലാം പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ, ഇക്കാക്കാന്റെ ബാപ്പാനിമ്മാനും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹ് പറഞ്ഞ ഏറ്റവും നല്ല സൽക്കർമ്മം അതായതുകൊണ്ട് ഹിജറയുടെ കൂലി കിട്ടാൻ, അതുപോലെ ജിഹാദിന്റെ കൂലി കിട്ടാൻ, സഹാബാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താൻ അള്ളാഹ് എനിക്ക് തന്ന അവസരാണ്. അതുകൊണ്ട് ഞാൻ അവരെ പരിഗണിക്കും. അവരെന്നെ കുറിച്ച് നല്ലത് പറയാം, ചീത്തത് പറയാം, ആളുകളോട് നന്മ പറയാം, ആളുകളോട് കുറ്റം പറയാം, ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയും. അതിന്റെ അപ്പുറത്തേക്ക് നീയത്ത് വെച്ചോ കഴിയില്ല. അതിന് പല കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നിലവിൽ സഹോദരിമാരോട് പറയണം, സഹോദരിമാരെ, ഞാൻ കണ്ടിട്ടുണ്ട്, വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വരികയാണ്, പ്രായമായ ഉമ്മാനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഉമ്മാക്കുണ്ട് മരുമകള് ചോറ് കൈകൾ കൊണ്ട് കുഴച്ച് കൂട്ടാനതിന്റെ നടുക്ക് വെച്ച് ആ ഉമ്മാക്ക് പാകമാകുന്ന ഉരുളയാക്കി ഉമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ കയറി വരുന്നത്. ഞാൻ ആ രംഗം കണ്ടിട്ട് സലാം പറഞ്ഞിരുന്നിട്ട് ഉമ്മ ഇറക്കിയിട്ടില്ല, കവിളില ഉരുളയാക്കി വെച്ച ഭക്ഷണ ഭാഗം കവിളിലുണ്ട്. എന്തൊക്കെയുണ്ട് ഉമ്മ വർത്താനം ചോദിച്ചു. ഒന്നാമത്തെ വാക്കെന്തറിയോ? എന്താണ് കുട്ടിയെ, ആരെങ്കിലും നോക്കാൻ വേണ്ടേ? തിന്നാൻ ആരെങ്കിലും തരണ്ടേ? ഇവിടെ കുറെ മരക്കലുണ്ട് എന്നിട്ട് ഓലോ തരണ്ടേ? ഇത് പറയുമ്പോ ഞാൻ ഇങ്ങനെ കാണാട്ടോ, ഉരുളയാക്കി വായിലേക്ക് ഭക്ഷണം കൊടുത്ത മരുമകളെ കണ്ണുന്നിങ്ങനെ കണ്ണീര് വരിക. കാരണം എന്താ അറിയോ? ഭക്ഷണം കൊടുത്തിട്ട് പോലും ഒരു ഉസ്താദിന്റെ മുന്നിൽ നിന്ന് മരക്കള് നോക്കണില്ല എന്ന് പറയണ്ടല്ലോ. സഹോദരിമാരെ, ബേജാറാകണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഖേൽരത്ന കിട്ടാനോ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും അവാർഡ് കിട്ടാനോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ സ്വീകരണം കിട്ടാനോ അല്ലല്ലോ നിങ്ങൾ ബാപ്പാനിമാര് നോക്കണത്. അല്ലല്ലോ, അല്ലാഹ് കാണുന്നുണ്ട്. ഇന്നമാ അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്. നബിമാര് പ്രാർത്ഥിച്ചില്ലേ, എന്റെ സങ്കടങ്ങള്, എന്റെ പ്രയാസങ്ങള് അള്ളാഹ്ക്ക് വിടാൻ. അല്ലാഹ് കാണുന്നു, അല്ലാഹ് എനിക്ക് സ്വർഗം തരും. ആരിനെ പറ്റി കുറ്റം പറഞ്ഞാലും ബാപ്പയും ഉമ്മയും ആ കയ്യും ആ കാലും ആ കണ്ണും ആ ഭക്ഷണവും വെച്ച് പരലോകത്ത് വരും. നിങ്ങൾക്ക് നോക്കീന് അള്ളാഹു സ്വർഗം തരും ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് എന്താ ബേജാറ്? ബാക്കി നമുക്ക് കടക്കരുത്, നീയത്ത് പോലും മാറരുത്. അതവിടെ അവിടെ നിർത്താൻ കഴിയണം, അവിടെ നിർത്താൻ കഴിയണം. പുതിയ കാലം എന്താ സംഭവിക്കണം അറിയോ? നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക്, നമ്മുടെ മരുമക്കളുടെ മനസ്സിലേക്ക് എന്റെ വാപ്പിമ്മി എന്നെ നോക്കണില്ലല്ലോ, അഥവാ ഭർത്താവിന്റെ വാപ്പിമ്മി എന്നെ നോക്കണില്ലല്ലോ, അപ്പൊ ഈ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട. നിന്നങ്ങട്ട് പരിഗണിക്കണോലെ അങ്ങട്ട് പരിഗണിച്ചാ മതി. ഓലെന്നെ പറ്റി നല്ലത് പറഞ്ഞെങ്കിൽ മാത്രം നീ അങ്ങട്ട് ചെയ്താ മതി. ഇത് ദീനല്ല, ഇത് വാട്സപ്പിലെ സ്റ്റാറ്റസ് ആണ്.
മോട്ടിവേഷൻ ക്ലാസ്സുകാർ അവർക്ക് പൈസ ഇട്ടാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഇസ്ലാമിക വികാരപരമായ, ഇസ്ലാമിക വിരുദ്ധപരമായ ചിന്താഗതിയാണ്. ദീൻ അങ്ങനെ അല്ല. ഇസ്ലാമിന്റെ ദീൻ എന്തറിയോ? വമൻ ആഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. വമൻ ആഫാ, ഞാൻ നല്ലപോലെ അവരോട് നല്ല രൂപത്തിൽ നിന്നിട്ടും അവരെന്നോട് മോശമായി പെരുമാറുകയാണെങ്കിൽ ഫമൻ ആഫാ, സാരല്ല എന്ന് ഞാൻ വെച്ചാൽ, തിരിച്ചങ്ങോട്ടതുപോലെ പെരുമാറിയാന്നല്ല, സാരല്ല എന്ന് വെച്ചാൽ, വഅസ്ലഹ, ഞാൻ നന്നായാൽ, ഓല് നന്നായിട്ടില്ലെങ്കിലും ഞാൻ നന്നായാൽ, ഫഅജ്റുഹു അലല്ലാഹ്, പടച്ചോന്റെ പക്കൽ എനിക്ക് കൂലി അല്ല രേഖപ്പെടുത്തി വെക്കും. ഇതാണ് മുഅ്മിൻ, ഇതാണ് നല്ല സഹോദരി, ഇതാണ് നല്ല മരുമകൾ, ഇതാണ് ദീനിയായ മകൾ. അതാണ് ദീന്, ഇതാണ് ദീൻ. ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. ഒരു കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരന്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പൊ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. എന്തേ? ഒന്നുമില്ല, അവളിങ്ങനെ എല്ലാത്തിനും ധിക്കാരം പറയാ. ഞാനിത് മരുമക്കളോട് പറയട്ടോ, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടും നിലവിൽ വിവാഹം കഴിഞ്ഞവരോടും മക്കളോടൊക്കെ എല്ലാ ഭാര്യമാരോടും പറയാൻ, ഇത് നമ്മുടെ നാട്ടിൽ ട്രെൻഡായി വരികയാണ്. അപ്പൊ അവന്റെ ഭാര്യ അവനോട് ഇങ്ങനെ ഇടക്കിടക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കയർത്ത് സംസാരിക്കുക, ബാപ്പിമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തട്ടുത്തരം പറയാ. അപ്പൊ ഒന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. കുടുംബം ഉണ്ടായിരുന്നു, സംസാരിച്ചു. ആ മോളോട് ഞാൻ ചോദിച്ച ചോദ്യം, മോളെ നിനക്ക് ഈ കല്യാണം ഇഷ്ടല്ലേ? അവൾ പറഞ്ഞു ഇഷ്ടാണ് മൗലവി. ഇക്കാക്കാൻ ഇഷ്ടല്ലേ? ഇക്കാക്കാൻ ഇഷ്ടാണ് മൗലവി. ബാപ്പാനിമാൻ ഇഷ്ടല്ലേ? ബാപ്പാനിമാൻ ഇഷ്ടാണ്. ഈ വീടെല്ലാം ഇഷ്ടാണ്. പിന്നെന്തേ മോളെ നീ ഇങ്ങനെ ഇടക്കിടക്ക് കയർത്ത് സംസാരിക്കുന്നു, എതിർത്ത് സംസാരിക്കുന്നു, പലതും പകുതിയെ കേൾക്കണുള്ളൂ, അനുസരിക്കണുള്ളൂ, എന്തേ? അതിനാ പെൺകുട്ടി നിഷ്കളങ്കമായി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്റെ 2-3 കൂട്ടാരത്തിയാള് കുടുംബത്തെ ഒരാളും എന്നോട് പറഞ്ഞിക്കണ്, ആദ്യം തന്നെ കാക്കിയും കാക്കാന്റെ വാപ്പിയമ്മയും പറഞ്ഞ് മൊത്തമായിട്ട് കേൾക്കണ്ട, അപ്പൊ നെലിയും ബലിയും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചിങ്ങനെ പറയുമ്പോ പൗതി കേൾക്കാതൊക്കെ അപ്പോഴേ നെലിയും ബലി ഉണ്ടാവുള്ളൂ. അതിന്റെ പേരാണെന്തറിയോ? ദീനീ വിരുദ്ധമായ കാഴ്ചപ്പാട്. ഞാൻ ആ പെൺകുട്ടിനോട് പറഞ്ഞ വാക്കെന്തറിയോ? ആ 3 കൂട്ടുകാരത്തിനും ആ കുടുംബക്കാരത്തിനും ജീവിതത്തിന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പടച്ചോന്റെ ബർക്കത്തും ഉണ്ടാവില്ല, ഈ ദുനിയാവിലും പരലോകത്തും സമാധാനം ഉണ്ടാവില്ല. നെലിയും ബലി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഫ്ലെക്സ് വെച്ചാ കിട്ടുന്ന സാധനമല്ല, അത് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ്. എപ്പോഴാ അള്ളാഹു നെലിയും ബലിയും തരുമെന്നറിയോ? ഒരു കുടുംബത്തിൽ ആരൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞാലും പടച്ചവൻ ആളുകളുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് ഇഷ്ടമുണ്ടാക്കും, ആദരവുണ്ടാക്കും, ബഹുമാനം ഉണ്ടാക്കും. ആൾക്കാർ പറയും, ആ പരീത്തെ ബാപ്പിമ്മയും കുടുംബക്കാരും പറയണ പോലെ അല്ലട്ടോ ആ മൂത്ത മരുവള്, ഓളാണ് ആ കുടുംബം നോക്കുന്നത്, പക്ഷെ ആ കുട്ടി സാധുവാണ്, അവളെല്ലാരും കൂടിയിട്ട് ഒതുക്കാണ്, പക്ഷെ എല്ലാ മനുഷ്യരുടെ മനസ്സിലും നമ്മളെ കുറിച്ച് നന്മയുണ്ടാക്കും. അതെപ്പോഴാണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, വമാ സാദല്ലാഹു റജുലൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. നമ്മൾ അങ്ങോട്ട് തർക്കിക്കാനോ, നമ്മൾ അങ്ങോട്ട് പകവീട്ടാനോ, അങ്ങോട്ട് പടവെട്ടാനോ പോകാതെ പടച്ചോന് വേണ്ടി അവനാന് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ആക്ഷേപം വന്നാലും ചെയ്താൽ അള്ളാഹു ആളുകൾക്കിടയിൽ നമ്മുടെ വില വർദ്ധിപ്പിക്കും. അതാണ് ദീൻ പറയണ വില. ഈ നാട്ടിൽ ഇവിടെ തർക്കിച്ച് പടവെട്ടി കുടുംബത്തെ 2 കണ്ടാക്കിയ ആൾക്കാർക്ക് ഈ നാട്ടിൽ എത്ര വിലയാണ്? ഒരു ചെയ്യുമെന്താ വേക്കണറിയോ? ഞാൻ അങ്ങനെ പടവെട്ടിയിട്ട് വില ഉണ്ടാക്കും. ഏത് വിലയാ കൂട്ടരെ കൂടിയേ? തിരിച്ചുങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യർ പറയും, എത്ര മരുമക്കളെ പറ്റി പറയും. ആ കുടുംബത്തിലൊക്കെ ആ മരോലുണ്ടല്ലോ, ആ വാപ്പാനിമ്മാനും ആ ഭർത്താവിനൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്ന് പറയണേ, നാട്ടാരും അവിടുത്തെ ആൾക്കാർ പറഞ്ഞ പോലെ ഒന്നല്ല. ആ പെൺകുട്ടി പവന്മാർക്ക് കുട്ടിയാണ്. ആ വാചകം അള്ള ഉണ്ടാക്കുന്നതാണ്. അത് എപ്പോഴുണ്ടാക്കറിയോ? വമൻ തവാളഅ ലില്ലാഹ്, വിനയത്തോടെ സ്വർഗത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചമ്പിളുണ്ടാക്കാതെ മാന്യമായി ക്ഷമിച്ച് ഉൾക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചാൽ റഫഅല്ലാഹു ദറജ, അള്ളാഹു ആ പെൺകുട്ടിയുടെ മരുമകളുടെ ദറജ പടച്ചോൻ വർദ്ധിപ്പിക്കും. ഇതുമ്മ നിൽക്കണം. ഇത് നിൽക്കാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം. നമ്മളെ തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും കുടുംബത്തെ അല്ലിച്ചില്ലിയാക്കാനും ശ്രമിച്ചോ, നമ്മുടെ ഈ ലോകവും പരലോകവും പോവും. പുതിയൊരു കാഴ്ചപ്പാടുണ്ട് മരുമക്കൾക്ക്. ഞാൻ പറഞ്ഞ പുതിയ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ, എന്റെ ഇഷ്ടങ്ങൾ ഈ നാട്ടിൽ നടക്കണം. ഞാൻ കല്യാണം കഴിച്ച അതിനാണ്. ഞാൻ ഇന്നും ആലോചിക്കാണ്, വീട്ടിലേക്ക് ഒരു കുടുംബം ജീപ്പ് എടുത്തു വന്നു. അവര് പറഞ്ഞത്, മൊലവി ഞങ്ങൾക്ക് ഞങ്ങളെ മരുമകളെ വേണ്ട. എന്തേ പ്രശ്നം?
ഞാൻ എല്ലാ പെൺകുട്ടികളോടും ഇഷ്ടത്തിൽ പറയട്ടോ, ഇങ്ങനെ ആകാതെക്കാൻ വേണ്ടി പറയാൻ. ഉമ്മാര് അവനാന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ആകരുത്. അവര് പറഞ്ഞ വാക്കെന്താ അറിയോ? ഞങ്ങളുടെ മൂന്നാമത്തെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മരുമകളാണ്. വീട്ടിൽ വളരെ സ്നേഹത്തിലും ഐക്യത്തിലാണ്. അവളുടെ വിവാഹം കഴിഞ്ഞ് വന്നു. എല്ലാവരും സുബഹിക്ക് എഴുന്നേൽക്കും, ആണുങ്ങൾ പള്ളിയിൽ പോവും. ഞങ്ങൾ സ്ത്രീകൾ ഒന്നിച്ച് വീട്ടിൽ നിസ്കരിക്കൂട്ടോ. അവൾ ഞങ്ങളപ്പം കൂടൂല. എന്തേ? ഞാൻ റൂമിൽ നിസ്കരിക്കണ്ടറിയും. ബാക്കി എല്ലാവരും ഉണ്ടാവും, അവള് റൂമിൽ നിന്ന്. അതിനുശേഷം അവള് കിടക്കും. ബാക്കി വീട്ടിലത്തെ എല്ലാവരും കൂടി, മൂത്തച്ചിയും ഒന്നാമത്തതും രണ്ടാമത്തും വീട്ടുകാരെല്ലാവരും കൂടി പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഓൾ ഉറങ്ങും. ഉറങ്ങി എഴുന്നേറ്റിട്ട് കോളേജിൽ പോകുന്നുണ്ട്. കുളിച്ചു മാറ്റിയിട്ട് ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം കൊണ്ടുപോകാനുള്ള പാത്രം ഇട്ട് വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പാത്രത്തിലേക്ക് ഉച്ചക്കുള്ളത് നിറക്കും. എത്ര ആള് കഴിച്ചിക്കണ്, എത്ര ആൾക്ക് മീൻ കഷ്ണം ഉണ്ടാവും, എത്ര ആൾക്ക് ഇറച്ചിക്കൻ, ഒന്നും വിഷയമല്ല. അവനാൻ ആവശ്യം എടുക്കും, ബാഗിലിട്ട് കൊണ്ടുപോകും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് 5:30 വരും. ക്ലാസ് കഴിഞ്ഞത് കൊണ്ട് ക്ഷീണാണെന്ന് പറയും. മഗ്‌രിബ് വരെ ഉറങ്ങും. ഉറങ്ങിയതിനു ശേഷം ഒന്ന് എല്ലാവരും ഞങ്ങൾ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ജമാഅത്താ നിസ്കരിക്കും. ഓള് റൂമിൽ നിസ്കരിക്കും. ഓള് വാതിൽ വിറ്റിടും, റൂമിൽ നിസ്കരിക്കും. ഇങ്ങോട്ട് വായിക്കാനുണ്ട് പറയും. 8:15 വരെ മൗലവി വായിക്കും. 8:15 അവളുടെ ഭർത്താവ് ഞങ്ങളുടെ മകൻ ഷോപ്പ് കഴിഞ്ഞ് വരും. 9 മണി വരെ ഓൾ രണ്ടാളും ഫോണും ഇരിക്കും. 9 മണിക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിലേക്ക് അവൾ വരും. അവളോളെ ഭർത്താവിന്റെ പാത്രം മാത്രം കഴുകും. ആരായിട്ടും ബന്ധമല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുടുംബം വേണ്ട. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരോട് പറയാൻ, അങ്ങനത്തെ ഒരു പെൺകുട്ടിനി ഒരു മരോളിയും ലോകത്താർക്കും വേണ്ട. നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയില്ല. ഒരു കുടുംബം നല്ല പോലെ പോകുക. എന്നിട്ട് ഈ ചിന്താഗതിയുമായിട്ട് ഞാൻ ആ കുടുംബത്തിൽ കയറി വന്നിട്ട്, ഒരു പെൺകുട്ടി ആ കുടുംബത്തിൽ കയറി വന്നിട്ട് അതോടുകൂടി ആ കുടുംബം അല്ലിച്ചില്ലാകുക. വാപ്പൊരു ഭാഗം, ഉമ്മൊരു ഭാഗം, കുടുംബം ഒരു ഭാഗം. ഇന്റെ ടൂർ നടക്കണം, ഇന്റെ പഠനം നടക്കണം, ഇന്റെ ഭക്ഷണം നടക്കണം, ഇന്റെ ഡ്രസ്സ് നടക്കണം, എനിക്കിഷ്ടണ്ടാകുമ്പോ പോണം. അതിന് സഹോദരിമാരെ, നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിച്ചാൽ അള്ളാഹു ആ വീട്ടിൽ നിന്ന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകും. നിങ്ങൾ എന്താ ചെയ്യണറിയോ? ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയും ലിബറൽ ചിന്താഗതിയും ദീനുമായി ബന്ധമില്ലാത്ത 4 കൂട്ടുകാരികളോ അതുമായി ബന്ധപ്പെട്ട 4 മോട്ടിവേഷൻ ക്ലിപ്പുകളോ കേട്ടിട്ട് വീട്ടുകൾ വരിക. ബാപ്പാൻ അടുപ്പിക്കാൻ പറ്റൂല, ജേട്ടൻ അടുപ്പിക്കാൻ പറ്റൂല, ആരടുപ്പിക്കാൻ പറ്റൂല, ഞാനിങ്ങനെ ഒറ്റക്ക് ജീവിക്കുക. അത് ദീനല്ല, ദീനല്ല. പിന്നെ അതിനപ്പുറം പറയാനല്ലോ, ദീനല്ല. പ്രവാചകന്റെ വാക്കെന്താണ്? അൽ മുഅ്മിനുല്ലദീ യുലാത്തിഫുന്നാസ്. വിശ്വാസിയാകണമെങ്കിൽ ആ കുടുംബത്തിൽ ചേർന്നു ജീവിക്കണം. ക്ഷമിക്കേണ്ടി വരും, സ്നേഹിക്കേണ്ടി വരും, കൂട്ടിപ്പിടിക്കേണ്ടി വരും. സാരില്ലാന്ന് വെക്കേണ്ടി. അവരെ മുഅ്മിനാകുള്ളൂ. ഇന്റെ കാര്യം, ഇന്റെ കാര്യം, ഇന്റെ കാര്യം, ഇന്റെ പഠനം, ഇന്റെ പ്രസവം, ഇന്റെ ഗൾഫ് പോക്ക്, ഇന്റെ ഊട്ടി, ഇന്റെ ബ്രോസ്റ്റ്, ഇന്റെ കുഴിമന്തി, ഇന്റെ മേക്കപ്പ്, ഇന്റെ ഡ്രസ്സ്, അയിമാരും തൊടാൻ പറ്റൂല, ഇന്റെ റൂമുകാരും വരാൻ പറ്റൂല. നിങ്ങൾ എന്തിനാ തുറക്കണ്? നിങ്ങൾ എന്തിനാ അടക്കണത്? നിങ്ങൾ എന്തിനാ ഞാൻ ചൂടാക്കിയ വെള്ളം എടുത്താണ് കുടിക്കണ്? ഇത് കുടുംബല്ല, ഇത് കുടുംബല്ല. ആ പഠനവും ഇസ്ലാമികല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് കേറൂല, സ്വർഗത്ത് പ്രവേശിക്കൂല. കുടുംബം പൊട്ടിച്ചോ സ്വർഗത്ത് പ്രവേശിക്കൂല. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു. 1 ഖാതിലുൻ, കൊന്നവൻ, വലാ ഹാസിദ്, പകയും വിദ്വേഷവും അസൂയായിട്ട് നടക്കുന്നവൻ. അടുത്തെന്താ അറിയോ? വലാ ബഗയിൻ, ബഗിയാണെന്നറിയോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും കച്ചറയും പ്രശ്നം ഉണ്ടാക്കിയവൻ സ്വർഗം ഉണ്ടാവില്ല. ഓരോ പെൺകുട്ടികൾ ആലോചിക്കുക, നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് ശേഷം ആ വീട്ടിൽ പ്രശ്നം കൂടിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം നിങ്ങളുടെ ഇടപാടാണെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അതിന്റെ പെങ്ങളാണെങ്കിലും ഇന്റെ പെൺകുട്ടിയാണെങ്കിലും. അതാണ് ദീന്. ഇതറിയാതെ 4 ക്ലിപ്പൂട്ടാണ്ട് ജീവിതത്തിലേക്കാണ് വരിക. എന്നിട്ട് ഇന്റെ കാര്യങ്ങൾ നടത്താൻ ഇന്റെ പഠനത്തിന്റെ ബാക്കി വീട്ടിലെ ആൾക്കാർ നിർവഹിക്കണം, ഇന്റെ ഫീസിന്റെ ബാക്കി ഓര് നിർവഹിക്കണം, ഇന്റെ റൂമിൽ AC വെച്ചേരണം. അതൊക്കെ ഞങ്ങൾക്കുള്ള അവകാശമാണ്. കടമ, അവകാശങ്ങളെ കുറിച്ച് മാത്രം അറിയാം, കടമയെ കുറിച്ചറിയില്ല. ഇക്കാക്കാണ്ട് എങ്ങനെയാണ്, ഇക്കാക്കാന്റെ വാപ്പാണ്ട് ഉമ്മാണ്ട് എങ്ങനെയാണ്, ഇക്കാക്കാന്റെ ജേട്ടന്മാരുടെ എങ്ങനെയാണ്, ഗർഭകാലത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒന്നും അറിയില്ല. കിട്ടേണ്ടത് മാത്രം അറിയാം. അത് ദീനല്ല. ഒന്നുകൂടി പറയാൻ, ചിലരെങ്കിലും ചില നാട്ടിലോ ചില കുടുംബത്തിന്നോ ശീലമാക്കി പോകുന്നൊരു സാധനമുണ്ട്. എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാത്രം, ആ പെരയും ആ ബാപ്പിമ്മയൊന്നും അവനാന്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുക, ഭർത്താവ് മാത്രം. എന്നിട്ട് എന്താണെന്നറിയോ പറയാണ്, നിങ്ങളെ ബാപ്പാന്റെ ഇമ്മാന്റെയും കൂടെയാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഞാൻ ആ പെരയ്ക്കില്ല.
പിന്നെ എപ്പോഴാ പരീക്കുണ്ടാകറിയോ? നിങ്ങളെ വാപ്പാനിമാനെ എപ്പോഴാണോ ഒഴിവാക്കണത് അന്നാ ഞാൻ പരീക്കുണ്ടാവും. ഞാൻ എന്റെ സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ ബാപ്പിമ്മ എവിടെ കെട്ടെ, ബുദ്ധിപരമായിട്ടൊരു കാര്യം പറയട്ടെ. ബുദ്ധിപരമായിട്ട് ഒരാളൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടത്തിന് അയാളുടെ കൂടെ ഒന്നുമില്ലാത്ത കാലത്ത് രണ്ടാൾ ചേർന്നു. ഇദ്ദേഹത്തിന്റെ കൂടി രണ്ടാൾക്കാരും കൂടി പട്ടിണി കടന്ന് കട്ടപ്പെട്ട ആ കച്ചവടം ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നു. കൊണ്ടിനിടക്ക് ഉറക്കൊഴിച്ചു. ആയുസിന്റെ വലിയൊരു ഭാഗം അധ്വാനിച്ചു, സമ്പത്ത് ചെലവഴിച്ചു. 5 കൊല്ലായി, കുറച്ചു ഉയർച്ചണ്ടായി, പിന്നെ തളർച്ചണ്ടായി. ഇവര് 3 പേരും ഒന്നിച്ചൊന്നിച്ച് അധ്വാനിച്ചുറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് 10 കൊല്ലായി. ഏകദേശം മെല്ലെ സ്റ്റേബിൾ ആയി തുടങ്ങി കച്ചവടം. 15 കൊല്ലായി. അങ്ങനെ 25 കൊല്ലപ്പത് ഏകദേശം അൽഹംദുലില്ലാ നല്ല നിലയിലായി. അപ്പൊ ഒന്നുകൂടി വ്യാപിപ്പിക്കല്ലേ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരാളും കൂടി ഷെയർ 4ാമത്തെ ആളെ കൊണ്ടുവന്നു. ഷെയർ എടുത്ത ആള് ചേർന്നിട്ട് 6ാം മാസം ഇവനോട് പറയണം, ഞാൻ എന്റെ കൂടെ ഷെയർ കൂടിയിട്ട് ഈ കച്ചവടത്തിൽ നിലനിൽക്കണമെങ്കിൽ ആദ്യത്തെ 2 ആൾ ഒഴിവാക്കണം. ആദ്യത്തെ 2 ആൾ ഒഴിവാക്കിയാലേ ഞാൻ എന്റെ കൂടെ ഷെയർ കൂടിയിട്ട് ബാക്കി നിലനിൽക്കുള്ളൂ. ആ പറയണോന്റെ നിലവാരം എന്ന് ആലോചിച്ചോക്കി. ആ പറഞ്ഞത് കേട്ട് ജീവിക്കണമെന്ന നിലവാരം എന്ന് ആലോചിച്ചോക്കി. പട്ടിണിയും കട്ടപ്പാടും സഹിച്ചിട്ട് ഓരോ പെൺകുട്ടിക്കും അവനാന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടങ്ങൾ ഭർത്താവിനല്ലേ. ആ ഭർത്താവിന് 25 വയസ്സ് വരെ നോക്കിയത് ആരാണ്? ഈ നാട്ടിലത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റാ? ഈ നാട്ടിലെ ഗവൺമെന്റാ? വഹനൻ അലാ വഹിൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് ഗർഭധാരണം നടത്തി മുലയൂട്ടി മദ്രസകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി, അധ്യാപകന്റെ മുന്നിൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അതിനുവേണ്ടി അവർക്ക് അധ്വാനിക്കാൻ അവനവനെ കൊണ്ട് കഴിയുന്ന മുഴുവൻ ജോലിയും ചെയ്ത് കട്ടപ്പെട്ട് വളർത്തി അവരുടെ വരുന്ന അബദ്ധങ്ങൾ പരിഹരിച്ച് സ്വഭാവം നന്നാക്കി ഖുർആൻ പാരായണം പഠിപ്പിച്ച് നിസ്കാരം പഠിപ്പിച്ച് ഓരോന്നായി പഠിപ്പിച്ച് 25 വയസ്സ് 26 വയസ്സിൽ ഒരാണാക്കി മോനെ ഇൻഷാ അല്ലാഹ് കല്യാണം കഴിച്ചോന്ന് പറഞ്ഞയച്ചിട്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ പറയാണ്, ഇത്രയും കാലങ്ങൾ വളർത്തി വലുതാക്കിയ ബാപ്പാനിമാ നിങ്ങൾ ഒഴിവാക്കണം, എന്നാലേ ഞാൻ ജീവിക്കുള്ളൂ. ഈ വാചകമൊക്കെ പരലോകത്ത് ഏത് തുലാസിലിട്ടാ നിങ്ങൾ തൂക്കുക? ഇത്രയും കാലം നോക്കിയ ബാപ്പാനിമാനെ ഒഴിവാക്കി. അതിന്റെ അർത്ഥം എന്താ? പ്രശ്നമല്ല അല്ല, കുടുംബം പൊട്ടാതെ പരിഹരിക്കാൻ കഴിയണം. അതിനാ പള്ളിക്കൊക്കെ വരണമെന്ന് പറഞ്ഞ്, അതിനാ ദീനിയാകണമെന്ന് പറഞ്ഞ്. 1ാമത്തെ അജണ്ട എന്താ അറിയോ? പ്രശ്നമുണ്ടോ? കുടുംബം പൊട്ടാതെ ബാപ്പാനിമാന്റെ നെഞ്ചു പടയാതെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം. ഇത് ചെയ്യാതെ എന്താ അറിയോ? അവനാന്റെ ബാപ്പാനിമാനെ ഒഴിവാക്കിയാലേ ഞാൻ കൂടുള്ളൂ. ഉമ്മാനോട് ചില കാര്യത്തിൽ പറയാണ്ട്. ഉമ്മാര് ചെറിയെന്നല്ല, വലിയ വളവന്മാരുണ്ട് അതിൽ വിഷയത്തില്. അവനാന്റെ പെൺകുട്ടിനെ ഇങ്ങനെ കെട്ടിക്കുമ്പോ ആയും തന്നെ അവിടുത്തെ ബാപ്പാനിമാനും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള സകല ഐഡിയും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവനാന്റെ കുട്ടീനെ ആരും ഒരാളെ നോക്കാൻ പറ്റാത്ത ഒരു ഏരിയക്കാക്കിയിട്ടാണ് മാറ്റും. എന്നിട്ട് അവനാന്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിനെ കൊണ്ടുവരാൻ നേരത്ത് കരാർ എഴുതിപ്പിക്കും. എന്താ അറിയോ? ബാപ്പാനിമാനി നോക്കണം, തറവാട്ടിൽ നിൽക്കണം, ഒപ്പ്. അവനാന്റെ കുട്ടിനെ കെട്ടിക്കുമ്പോ 1ാമത്തെ അജണ്ട എന്താ അറിയോ? ആരും നോക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് പറയാ. ഈ വളവുണ്ടല്ലോ, ഈ കുതന്ത്രം, മക്കറ്, ഖുർആൻ പറഞ്ഞ വാക്ക് മക്കറ്, കുതന്ത്രം പടച്ചോന് ശരിക്കറിയാ. യഅലമു ഖായിനത്തുൽ ഐൻ വമാ തുഖ്ഫി സുദൂർ. ഹൃദയത്തിന്റെ ചാഞ്ചാട്ടവും കണ്ണിന്റെ കട്ടുനോട്ടം പടച്ചോനറിയാം. ഞാൻ സഹോദരിമാരുടെ ഒരു കാര്യം, ഓരോ പെൺകുട്ടിനോടും ആലോചിക്കാൻ ഒരു കാര്യം പറയാൻ. സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങൾ ഭാര്യയായത്, നിങ്ങൾ മരുമോളായത്, നിങ്ങൾ ഉമ്മയായത് ഒരിക്കാക്ക നിങ്ങളുടെ കൂടെ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തിൽ ജീവിക്കണോണ്ടല്ലേ. നിങ്ങൾ എങ്ങനെയാണ് കാക്ക നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് അറിയോ? അത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇവിടെ ഇരിക്കണ ഓരോരുത്തരും കുടുംബം ഉറപ്പിച്ച കല്യാണത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കുടുംബം ഉറപ്പിച്ച കല്യാണം എങ്ങനെ വരും? നമ്മുടെ നാട്ടില് 25 മുതൽ 28 വരെയാണ് ഏകദേശം വിവാഹപ്രായം ആണുങ്ങളെ. ഓരോ പെൺകുട്ടി അറിയാൻ വേണ്ടിട്ടാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞോല് ഞങ്ങൾ പോയിട്ട് ഒരു പെൺകുട്ടിനെ പോയി കാണും. ഞങ്ങൾക്ക് പറ്റിയാ ഞങ്ങൾ പിറ്റീസം പോയിട്ട് കല്യാണം കഴിക്കൂല. അങ്ങനെ കഴിക്കുകയാണ് നിങ്ങളെ മുന്നിൽ എത്രയോ ആൾക്കാരെ പോയി കല്യാണം കഴിക്കേണ്ടിയിരുന്നു. ഞങ്ങൾക്ക് പറ്റിയാ ഞങ്ങൾ നേരെ വന്നിട്ട് വാപ്പാനോട് ഉമ്മാടും കുടുംബത്തിലും പറയും. എന്താ പറയറിയോ? ബാപ്പ അമ്മ ഞങ്ങൾക്ക് എനിക്ക് പറ്റിയിക്കണ്, നിങ്ങളൊന്ന് പോയിട്ടൊന്ന് അന്വേഷിച്ചു നോക്കിൻ. അങ്ങനെ വാപ്പിമ്മിയും പോവും. അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയും, എടാ അത് നമുക്ക് നടക്കൂല എന്നാ തോന്നുന്നത്, കഴിഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടീനി, ഞങ്ങൾ കെട്ടാഞ്ഞെന്തുകൊണ്ടറിയോ? ബാപ്പാക്കും ഉമ്മാക്കും പറ്റാത്തോണ്ടാ കെട്ടാഞ്ഞ്. ഞങ്ങൾക്ക് ദൂരം പ്രശ്നമല്ലേനി, വെളുപ്പ് പ്രശ്നമല്ലേനി, ഹൈറ്റ് പ്രശ്നമല്ലേനി.
ഇത്രയും കാലം വളർത്തിയ ബാപ്പാക്കും ഉമ്മാക്കും പറ്റാത്തത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പിന്നീട് പല കാണലുണ്ടായി. ഇങ്ങോട്ട് പറ്റും അങ്ങോട്ട് പറ്റൂല പലതും. അവസാനം നിങ്ങളടുത്തെത്തി. നിങ്ങളെ കണ്ടു, ഞങ്ങൾക്ക് പറ്റി. നേരെ വന്നു, ബാപ്പ ഞങ്ങൾക്ക് പറ്റിക്കണ്, ഉമ്മ ഞങ്ങൾക്ക് പറ്റിക്കണ്, എനിക്ക് പറ്റിക്കണ്, നിങ്ങൾ പോയി നോക്കി. ബാപ്പിയും നിങ്ങളെ വന്ന് കണ്ടു. നിങ്ങളെ കണ്ടു വന്നിട്ട് ആദ്യമായിട്ട് ഈ ലോകത്തെ മോനെ നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് നിങ്ങളെപ്പറ്റി ഞങ്ങൾ ആദ്യമായി കേട്ടത് ഞങ്ങൾ വാപ്പാന്റെ ഒക്കെ ഉമ്മാന്റെ ഒക്കെ ആണ്. അറിയങ്ങള് മോനെ നല്ല കുട്ടിയാണോള്, നല്ല കുടുംബാണ്, ഞമ്മക്കാണ് നടത്താൻ. ബാപ്പിമ്മി ഒപ്പിട്ടിട്ടാണ് ഈ കല്യാണം നടന്നത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾ വരുമ്പോഴേക്കും വീട്ടിൽ എന്താ വെക്കേണ്ടത്. എടാ റൂം ശരിയാക്കാനട്ടോ, 2-3 ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിക്കാനട്ടോ, ഒരു നിസ്കാര കുപ്പായൊക്കെ ഒന്ന് വാങ്ങിക്കാനട്ടോ, ഒരു നിസ്കാരപ്പായൊക്കെ ഉണ്ടാക്കാനട്ടോ. അന്റെയൊക്കെ മഹറിനല്ല പൈസ ഉള്ളൂ, ബാക്കിയൊരു പൈസ അല്ലല്ലേ, സാരല്ല. എന്നിട്ട് ബാപ്പ പൈസ തരാൻ. നിങ്ങൾക്കുള്ള ഡ്രസ്സിന് ആദ്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ വെച്ചെന്നത് ബാപ്പിമ്യ. സഹോദരിമാരെ, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. നിങ്ങൾ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്. വീടിന് പെയിന്റ് അടിച്ച് ആളുകളെ വിളിച്ച് അയലോക്കക്കാരുടെ മുഴുവൻ എന്റെ വീട്ടിൽ ഇതാ മരോളല്ല മകളാ വരുന്നത് എന്ന സന്തോഷത്തിലൊരു ബാപ്പിമ്മി കാത്തുനിന്ന് നിങ്ങൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ചേർത്ത് വെച്ച് ഉമ്മ വെച്ച് നിങ്ങൾ ഞങ്ങളൊപ്പം കൂടി ജീവിക്കാൻ തുടങ്ങി. 6ാമത്തെ മാസങ്ങൾ ഞങ്ങൾ ചെവിയില് നിങ്ങളെ വാപ്പാക്ക് അന്തല്ലേ, നിങ്ങളമ്മക്ക് ചെന്നിയാലേ ഞമ്മക്ക് ഈ പെര വിട്ട് പോണല്ലേ എന്ന് പറയുന്ന ആ വാചകണ്ടല്ലോ, അതൊക്കെ പരലോകത്തല്ലാണ് കൊണ്ടുവരും. എന്നിട്ട് എന്താ വിചാരിക്കണേ സോങ്ങളെ, ഇതുകൊണ്ട് ആ വീട് വിട്ടിറങ്ങാന്നോ? ഞാൻ വീണ്ടും പറയാൻ, പ്രശ്നമില്ല എന്നല്ല പറഞ്ഞ്, പ്രശ്നത്തെ കുടുംബം തെറ്റിക്കാതെ അമ്മാനും ബാപ്പാനും എടങ്ങേറാക്കാതെ പരിഹരിക്കാൻ കഴിയണം. ഒരേ ഒരു കാര്യം ലോകത്തെ ഏത് പാപത്തെ പറ്റി പറഞ്ഞെടുത്തും പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, മറക്കരുത് നമ്മള്. കുല്ലു ദുനൂബിൻ യുഅഖിറുല്ലാഹു മിൻഹാ മാ ശാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ. ഏത് പാപവും അതിന്റെ ശിക്ഷ അല്ലാഹ് പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ ഇല്ലൽ ബഗി, ഫിത്തന ഉണ്ടാക്കുക. 2 വഅഖൂഖുൽ വാലിദൈൻ, ഉമ്മാനും ബാപ്പാനും ഉപദ്രവിക്കുക. യുഅജ്ജിലു ലിസ്വാഹിബിഹാ ഫിദ്ദുനിയ ഖബലൽ മൗത്ത്, മരിക്കണതിന്റെ മുന്നേ 1ാം ഘട്ടം ദുനിയാവെന്ന് കിട്ടും. ഞാൻ ഉമ്മമാരോടും അവനാന്റെ മരുമക്കളോട് പറഞ്ഞ വാക്കെന്തറിയോ? പിറ്റേ ദിവസം കിട്ടുന്നല്ല പറഞ്ഞ്. നിങ്ങളുടെ സംസാരം കൊണ്ട് ഒരു വീട്ടിലെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ബാപ്പിമ്മിൻ തെറ്റിയിട്ട് നിങ്ങൾ കുറുകുറു പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പോലും ഇഷ്ടല്ലാതെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്താ സംഭവിക്കാറിയോ? 3ാം കൊല്ലം പരിഹാരം ഉണ്ടാക്കൂലല്ല. അവനാന്റെ പെൺകുട്ടിനെ എങ്ങനെ വളർത്തും? 19-20 വയസ്സാക്കുമ്പോഴേ താലോലിച്ച് സ്നേഹിച്ച് വളർത്തിയ മകള് കാണാ ഒരാളെപ്പല്ലാണ് പറഞ്ഞേക്കും. വിദ്യാഭ്യാസം പ്രശ്നം ഉണ്ടാവൂല, ഓൾക്കേ ചാടിപ്പോകുമ്പം ഹൈറ്റ് പ്രശ്നം ഉണ്ടാവില്ല, കുടുംബം പ്രശ്നം ഉണ്ടാവില്ല. മതം പോലും പ്രശ്നമില്ലാത്ത മറ്റൊരു മതക്കാരന്റെ കൂടെ അവനാന്റെ മകൾ അല്ലങ്ങട് പറഞ്ഞേക്കും. അന്നുമ്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് തെറ്റിപ്പോന്നിട്ട് 15-16 കൊല്ലായിട്ടുണ്ടാവും. അന്ന് അവനവന്റെ മകൾ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന വാർത്തറിഞ്ഞ് കണ്ണുനീരോടുകൂടി നിങ്ങൾ വാവിട്ട് നിലവിളിച്ച് ഇക്കാക്കാന്റെ നെഞ്ചത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങൾ പറയും, ഇക്കാക്ക എന്തൊരു കടുപ്പാനെ നമ്മളെ കുട്ടി കാട്ടിയത്, നമ്മൾ ഇത്രയും കാലോളം പൊന്നു പോലെ നോക്കിയിട്ട് ഓള് വഞ്ചിച്ചില്ലേ, നമ്മളെങ്ങനെ ഒഴിവാക്കി പോയില്ലേ. അന്ന് കാക്കങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് എന്താ പറയാറിയോ? എനിക്ക് സങ്കടായില്ലേ, എനിക്ക് ഇടങ്ങേറായില്ലേ, നമ്മളെ കുട്ടിനെ എത്രയും നോക്കിയിട്ട് നമ്മളെ കുട്ടി ഇറങ്ങിപ്പോയപ്പോ എനിക്ക് ഇടങ്ങേറായില്ലേ. 16 കൊല്ലം മുന്നേ പെരീന്നേ നമ്മൾ തർക്കിച്ചിട്ട് ഇറങ്ങിപ്പോന്നപ്പം ഇതേ വേദന നമ്മളെ വാപ്പാക്കുമ്മാക്കും അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ലേ. അന്ന് നമുക്ക് തിരിച്ചറിയും 16 കൊല്ലത്തെ ജീവിതം തെറ്റായിരുന്നു, തിരുത്താൻ കഴിയില്ല, മരിച്ചിട്ടുണ്ടാവും സാധുക്കള്. ഇതെന്തിനാ പറയണറിയോ? ഇപ്പൊ നമുക്ക് ആയുസുണ്ട്, വീടുണ്ട്, പള്ളിയുണ്ട്, മഹലുണ്ട്, ദീനുണ്ട്. അവനാന്റെ വീട്ടിൽ പോകുക ശാന്തമായി, നീയത്തൊരേ ഒരു കാര്യം, അവർ ഇങ്ങോട്ടെങ്ങനെ പ്രതികരിച്ചാലും സ്വർഗത്തിനും ഇക്കാക്കാന്റെ തൃപ്തിക്കും വേണ്ടി ഞാൻ ജീവിക്കാണ്. അള്ളാഹു ജീവിതം ഖൈറാക്കി തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സാധാരണ പുതിയ കാലത്ത് സഹോദരിമാർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുതിയ കാലത്ത് ഇപ്പൊ കുറച്ച് കാലായി ഭർത്താവിന്റെ വാപ്പാനിമ്മാനും നോക്കൽ
മരുമക്കളുടെ അഥവാ ഭർത്താവിന്റെ ഭാര്യയുടെ കടമയാണോ എന്ന്, അഥവാ അവരുടെ നിർബന്ധമാണോ? അതിന്റെ ഉത്തരം നേർക്കുനേരെ പറയുന്നതിലപ്പുറം പറയണം, മനസ്സിലാകാൻ വേണ്ടി പറയണം. ഒരു വീട്ടിലെ ഭർത്താവിന്റെ വാപ്പാനും ഇമ്മാനും നോക്കേണ്ടതിന്റെ കടമ, ഒന്നാമത്തെ കടമ ഭർത്താവിനു തന്നെയാണ്, ഒരു സംശയവുമില്ല. ശരി, അവിടെ ഭർത്താവിന്റെ കടമ നിൽക്കണില്ല, ഇല്ല. നിങ്ങളെ ഭാര്യയെയും മക്കളെയും നോക്കേണ്ടതിന്റെയും ബാപ്പാന്റെ ഇമ്മാന്റെയും വരുമാനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ടയും കടമ ഭർത്താവിനാണ്. ഭർത്താവ് വാപ്പാനും ഇമ്മാനും നോക്കി വീട്ടിൽ നിന്നാൽ മറ്റു കടമകൾ നിർവഹിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം വാപ്പാക്കും മാക്കും മരുന്നും നിങ്ങളെ മക്കളുടെ ഫീസും സഹോദരിമാരുടെ ജീവിതത്തിന് ആവശ്യമായ വരുമാനം എന്തൊക്കെയാണോ അതിന് മൊത്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. വീട്ടിന്റെ പുറത്തേക്ക് ഭർത്താവ് ഇറങ്ങിയാൽ വീട്ടിനകത്താണ് വാപ്പിമ്മയും ഓലാരാ നോക്കുക? അതിനാണ് ഖുർആൻ എന്ത് പറഞ്ഞെന്നറിയോ? ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഒരേ വസ്ത്രമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വാപ്പാനും ഇമ്മാനും നോക്കുന്നത് എന്തിന്റെ ഭാഗം അറിയോ? ഭർത്താവിനോടുള്ള അദ്ദേഹം നിർവഹിക്കേണ്ട ബാധ്യതയുടെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുകയാണ്. കാരണം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പുറത്തു പോയതാണ്. അല്ല ഈ വാദം വെച്ചിട്ട് ജീവിക്കാനാണ്. ഈ വരച്ചിങ്ങനെ ജീവിക്കുമല്ലോ, വരച്ചിങ്ങനെ ജീവിക്കും. ഞങ്ങൾക്ക് കടമല്ല. നിങ്ങളെ വാപ്പാനിമാനി നോക്കേണ്ടത് ആ വീട്ടിലത്തെ മരോളല്ല, നിങ്ങളാണ്. ഭർത്താവിന്റെ വീട്ടിലെ വാപ്പാനിമാനി നോക്കേണ്ടത് നിങ്ങളെ കടമയല്ല എന്ന് പറയണം. അതേപോലെ നിങ്ങളെ വാപ്പാനിമാനി നോക്കേണ്ട കടമ ആ വീട്ടിലത്തെ മരോളല്ല, അത് നിങ്ങളെ കടമയാണ്. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കേണ്ടി? ഭർത്താവിന്റെ വീട്ടിലല്ല, നിങ്ങൾ അവിടെ താമസിക്കേണ്ടേ. നിങ്ങൾ അവിടെ താമസിക്കുക നിങ്ങളെ കടമ നോക്കിയിട്ട്. ഭർത്താവിന്റെ ബാപ്പാനിമാനി നോക്കിയിട്ട് ഇവിടെയും താമസിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ കുടുംബജീവിതം നയിക്കുക? ഇതൊക്കെ എന്താണെന്നറിയോ? നിങ്ങളുടെ മനസ്സിലേക്ക് ശൈത്വാനീയത്തിട്ടെന്നിട്ട് ഈ നാട്ടിലെ കുടുംബ സംവിധാനം പൊട്ടിക്കാൻ. ഇത് തിരിച്ചറിയാനുള്ള ഒരു ശരിയായ ഈമാൻ നമുക്ക് ഉണ്ടാകണം. ഭർത്താവിന്റെ വാപ്പാനിമാനി നോക്കണ ഒരു സഹോദരിക്ക് 2 കൂലിയാണ്. ഭർത്താവ് നോക്കുന്നതിനേക്കാളും കൂലിയാണ്. ആധുനിക പണ്ഡിതന്മാർ ആ വിഷയത്ത് പറഞ്ഞെന്നറിയോ? ഒരു മകൻ ബാപ്പാനിമാനി നോക്കുന്നതിന് ബിർറുൽ വാലിദൈനിയുടെ വലിയ കൂലിയാണ്. എന്നാൽ ഒരു ഭർത്താവിന്റെ ഭാര്യ വാപ്പാനിമാനി നോക്കുന്നതിന് ബിർറുൽ വാലിദൈൻ ഇമ്മാനും ബാപ്പാനോട് നന്മ ചെയ്യുക പ്ലസ് അൽ ഇഖ്ലാസ് വൽ ഇഹ്സാൻ, ആത്മാർത്ഥമായും സേവന പ്രവർത്തനവും ചെയ്തതിന്റെ ഇരട്ടിക്കൂലിയാണ്. ആ കൂലി നിങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം മനോഹരാകുക. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങളെ വാപ്പാനിമാനും പ്രയാസപ്പെടുമ്പോൾ ഇവിടെ വന്ന് അങ്ങോട്ട് വന്ന് സഹായിക്കാനും പണം ചെലവഴിക്കാനും നിങ്ങളെ പറഞ്ഞയക്കാനും ഇക്കാക്കാന്റെ മനസ്സിലും അള്ളാഹു തോന്നിപ്പിക്കുക, ഇഷ്ടമുണ്ടാക്കുക. അതിന്റെ പേരാ കുടുംബം. അല്ലാതെ എനിക്കതിന് പറ്റൂലല്ലോ. ഞാൻ ജോലിയാ ചെയ്യേണ്ടി, വാപ്പാനിമാനെ നോക്കണ്ടേ? കുട്ടി ഉണ്ടാകുകയാണോ അതോ ഞാൻ ജോലിക്ക് പോവുകയാണോ? ശമ്പളാണോ മുല കൊടുക്കലാണോ? ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനമാണ് നമ്മുടെ നാട്ടിലെ കുടുംബത്തെ ഈ വിധത്തിൽ തകർത്ത്. ഈ വിധത്തിൽ ഞാൻ എന്റെ മഹലിലെ നല്ലവരായ പെൺകുട്ടികളോടും കല്യാണം കഴിഞ്ഞ നല്ലവരായ മക്കളോട് പറയണം, മക്കളെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ചിന്തട്ട് തരുന്ന ആൾക്കാർ നിങ്ങൾ ചോദിച്ചു നോക്കോണ്ടി. നേർക്ക് നേരെ അവർ വിവാഹത്തിന് അനുകൂലാണോ? അല്ല. എണ്ണിക്കോളിൻ, അവർ വിവാഹത്തിന് അനുകൂലല്ല. ഭർത്താവിന് അനുസരിക്കുക എന്ന് പറഞ്ഞ ഖുർആന്റെ നിയമത്തിന് അവർ അനുകൂലാണോ? അല്ല. ബാപ്പാനിമ്മാനും നോക്കുന്നതിന് വേണ്ടി ജോലി തൽക്കാലത്തിൽ ലീവ് എടുക്കുക എന്ന ദീനിയായ ആശയത്തിന് അവർ അനുകൂലാണോ ചോദിക്കുക? അല്ല. വേണ്ട. ആണും പെണ്ണും കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഓല അഭിപ്രായം എന്താ? ഓല ഓക്കെയാണ്. അവരാ നമ്മളോട് പറയണത്. എന്താ അറിയോ? വീട്ടില് ബാപ്പാനിമ്മാനും ഓല് വില അറിയുകയാണെങ്കിൽ അങ്ങോട്ട് വിലന്നാ മതി. ഓല നോക്കൽ നിങ്ങളെ കടമയല്ല. വരച്ച് ജീവിച്ചോണ്ടിൻ. അതിൽ പെടരുത്. അവനാന്റെ ദീൻ പോവും. പ്രവാചകന്റെ ഹദീസ് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന ഫസാദ് ദാത്തുൽ ബൈൻ, ആളുകൾക്കിടയിൽ ചിന്ന ഭിന്നതയുണ്ടാക്കുക. ബാപ്പാന്റെ ഇമ്മാന്റെയും ഭർത്താവിന്റെ ഇടയിൽ, ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാർക്കിടയിൽ, പെങ്ങന്മാർക്കിടയിൽ, കുടുംബത്തിൽ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട്, നമ്മുടെ തത്വം കൊണ്ട്, നമ്മുടെ കച്ചറ കൊണ്ട് പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഹിയൽ ഹാലിഖ. ഹാലിഖ എന്ന് പറഞ്ഞത് അറിയോ? അത് മുച്ചൂടുമില്ലാതെയാക്കലാണ്. ആ വാക്കുന്നാണ് ഹല്ലാഖ്.
മുടിവെട്ടുകാരൻ അറബി വന്നത്. മുച്ചൂടും കഷ്ണിച്ചു കളയുകയാണ്, ഇല്ലാതാക്കുകയാണ്. നബിയുടെ ഹദീസ്, ലാ അഖൂലു ഇന്നഹാ തഹ്ലിഖു ശഅർ, ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവൻ വലാകിൻ തഹ്ലിഖുദ്ദീൻ, അവന്റെ ദീന് പോകും. നിസ്കാരം സ്വീകരിക്കൂല പടച്ചോൻ, ഇബാദത്ത് സ്വീകരിക്കൂല പടച്ചോൻ. ആ വീട്ടിലെ കണ്ണുനീരിന്, ആ വീട്ടിലെ ഭിന്നതക്ക്, ചിത്രതക്ക് പരലോകത്ത് ഉത്തരം പറയേണ്ടി വരും. ദീനാണ് പോകുക. അതുകൊണ്ട് നമ്മുടെ കാരണം കൊണ്ട് ഓരോ പെൺകുട്ടികളും ഹൃദയത്തോടുകൂടി പറയണം, നിങ്ങൾ പള്ളിയിൽ വന്നോലാണ്, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചോലാണ്, നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി തുടക്കത്തിന് ഖുത്ബയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ ഇടപാടുകൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരു ചിത്രതയും ഉണ്ടാക്കരുത്. പ്രശ്നങ്ങളുണ്ടോ? കുടുംബം തെറ്റാതെ, ബാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങാതെ, ഹിക്മത്തോടെ, ദീനോടെ, സഹിഷ്ണുതയോടെ, ക്ഷമയോടെ സ്വർഗം കാക്ഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും, കഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന സാധുക്കളായ മുസ്ലിം സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ മനസ്സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, എന്തെങ്കിലും വിധത്തിൽ ഛിദ്രതയോ ഭിന്നതയോ ഉണ്ടെങ്കിൽ നാഥ അത് പരിഹരിച്ച് സ്വർഗത്തിന് വേണ്ടി ഐക്യത്തോടുകൂടി പോകാൻ കുടുംബാംഗങ്ങൾക്കിടയിൽ ഈമാനും തഖ്വയും ഐക്യവും നാഥ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ദീനിയായി ജീവിച്ച് ലോകത്തവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഇല്ലാത്ത മുത്തഖികളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.